കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനയ്ക്കിടെ ഉണ്ടായ സ്ഫോടനം ഇന്നും ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. 2023 ഒക്ടോബറിൽ നടന്ന സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആ കേസിലെ ഏക പ്രതി ഡൊമിനിക് മാർട്ടിൻ ഇപ്പോഴും ജയിലിലാണ്. എന്നാൽ ഡൊമിനിക് മാർട്ടിനെതിരെ സാക്ഷി പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി ഉയരുന്നുണ്ട്. സാക്ഷി പറയുന്നവരെ കൊലപ്പെടുത്തുമെന്നും യഹോവ സാക്ഷികളുടെ സമ്മേളന കേന്ദ്രങ്ങൾ ബോംബ് വയ്ക്കുമെന്നാണ് ഭീഷണി. യഹോവ സാക്ഷികളുടെ PROയുടെ ഫോൺ നമ്പറിലേക്കാണ് മലേഷ്യൻ നമ്പറിൽ നിന്നും ഭീഷണി സന്ദേശം എത്തിയത്. സംഭവത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തു. മെയ് 12 രാത്രി 10 മണിയോടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. മലേഷ്യൻ നമ്പറിൽ നിന്നാണ് സന്ദേശം ലഭിച്ചതെന്നാണ് വിവരം. രേഖകൾ സഹിതം നൽകിയ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ 29 സാംബ്ര കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനയ്ക്കിടയിൽ സ്ഫോടനമുണ്ടായത്. പെട്രോൾ ബോംബ് ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 2 പേർ സംഭവസ്ഥലത്തും 6 പേർ ചികിത്സയിലിരിക്കുകയുമാണ് മരിച്ചത്. 45ഓളം പേർക്ക് പരിക്കേറ്റു. കേസിൽ കൊച്ചി തമ്മനം സ്വദേശി ഡൊമിനിക് മാർട്ടിനാണ് ഏക പ്രതി. അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ പോലീസ് 3578 പേജുള്ള കുറ്റപത്രം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ വിചാരണ നടപടികൾ തുടങ്ങിയിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഭീഷണി സന്ദേശം കൂടി എത്തുന്നത്. മാർട്ടിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് ആദ്യഘട്ടത്തിൽ ആവശ്യം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കേന്ദ്ര സർക്കാരിന് അപേക്ഷയും സമർപ്പിച്ചതാണ്. ഈ നടപടികൾ മുന്നോട്ടു പോകുമ്പോൾ തന്നെയാണ് ഡൊമിനിക് മാർട്ടിന് വേണ്ടി വിദേശത്തു നിന്ന് തന്നെ ഭീഷണി സന്ദേശം എത്തുന്നത്. അത്യന്തം ഗൗരവത്തോടെയാണ് അന്വേഷണ ഏജൻസികൾ സംഭവത്തെ കാണുന്നത്. ഗൾഫ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഡൊമിനിക് മാർട്ടിന്റെ ബന്ധങ്ങളെക്കുറിച്ചും ഇയാൾക്ക് സ്ഫോടനത്തിന് ശേഷം ലഭിച്ചു എന്ന് പറയുന്ന ഫോൺ വിളികളെക്കുറിച്ചും വിശദമായി അന്വേഷിക്കണമെന്ന നിലപാടിലാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി.